येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത യഥാരൂപം വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗീതാ മഹാത്മ്യ ശ്ലോകങ്ങളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഗീതാ മഹാത്മ്യത്തിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള 7 ശ്ലോകങ്ങൾ ഭഗവത്ഗീത യഥാരൂപം അവതാരികയുടെ അവസാന ഭാഗത്ത് കൊടുത്തതാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾക്കത് ഒന്നുകൂടി ഓർത്തു നോക്കാം. കുറച്ച് ദിവസം മുന്നെയാണ് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്ന ശ്ലോകങ്ങൾ: ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയത പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർദ്ധിത. ഭഗവത്ഗീത ശാസ്ത്രമാണ്. അത് സ്ഥിരമായിട്ട് പഠിക്കുന്ന വ്യക്തി ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകും. അതേപോലെ ഈ ജീവിതത്തിൽ നമ്മുടെ എല്ലാവിധ ഭയങ്ങളും എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനിച്ച. ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന വ്യക്തിക്ക് പൂർവജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലിനേ മോചനം പുംസാം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരമലനാശനം. ദിവസവും നമ്മൾ ശരീരശുദ്ധി വരുത്തുന്നത് ജലസ്നാനം ചെയ്തുകൊണ്ടാണ്. കുളിച്ചു കഴിഞ്ഞാൽ ശരീരശുദ്ധി ആകും. എന്നാൽ മനഃശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഗീതാമൃതത്തിൽ സ്നാനം ചെയ്യണം എന്നാണ് ഗീതാ മഹാത്മ്യത്തിൽ നിർദ്ദേശിക്കുന്നത്. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യേഷാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭഗവത്ഗീതയുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ഇത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. കാരണം എന്താണ്? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ് വിനിസൃത. ഇത് നേരിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനേക്കാൾ പരിപൂർണമായിട്ടുള്ള, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു ശാസ്ത്രം നമ്മൾക്ക് ലഭിക്കാനില്ല. കാരണം എന്താണ്? നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീത. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ് വിനിസൃത എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദിവിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. മുഴുവൻ ഭാരതത്തിലും മഹാഭാരതത്തിലും എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്? അതിന്റെ മുഴുവൻ സാരവും ഈ ഭഗവത്ഗീതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുഴുവൻ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജ്ഞാനം നമ്മൾക്ക് ഭഗവത്ഗീത യഥാരൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഭഗവത്ഗീത ഉള്ളിലേക്ക് എടുത്ത ഒരു വ്യക്തിക്ക് പുനർജന്മമില്ല എന്നാണ് പറയുന്നത്.
ഭഗവത്ഗീത ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പുനർജന്മത്തിന്റെ ആവശ്യമില്ല, വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ദുഃഖാലയത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഈ ഭഗവത്ഗീത ആരാണ് വായിക്കുന്നത്? മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളാണ്. പൂർവജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിട്ടുള്ള മനസ്സ് ശുദ്ധരായിട്ടുള്ള ജീവാത്മാക്കളാണ്, മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളാണ് ഈ ഭഗവത്ഗീത സ്വീകരിക്കുന്നത് എന്ന് പറയും. ആ ഭഗവത്ഗീത എങ്ങനെയുള്ളതാണ്? സർവോപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവാക്കി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അമൃതതുല്യമായിട്ടുള്ള പാലാണ് ദുഗ്ധം ഗീതാമൃതം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ആ വേദമാകുന്ന പശുവിന്റെ അമൃതതുല്യമായിട്ടുള്ള പാലാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരൊറ്റ ശാസ്ത്രം മതി നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്നും പറയുന്നുണ്ട്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം, ഏകോ ദേവോ ദേവകീപുത്രയേവ, ഏകോ മന്ത്രത്തസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഈ ഒരൊറ്റ ശാസ്ത്രം മതി നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ, ആ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ. ദേവകീപുത്ര ഗീതം, ആ സ്വയം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗീതമാണ് ഈ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. ഏകോ ദേവോ ദേവകീപുത്രയേവ, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണെന്നും നമ്മൾക്ക് ഈ ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതാരാണ്? ദേവകീപുത്രയേവ, ദേവകീപുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഏകോ ദേവോ, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകോ മന്ത്ര, നമ്മൾക്ക് ഉയരാനുള്ള മന്ത്രം എന്താണ്? മനസ്സിനെ ഈ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള മന്ത്രവും ഇതിൽ നിന്നും നമ്മൾക്ക് ലഭിക്കും. ആ മന്ത്രം എന്താണ്? ഭഗവാന്റെ നാമം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, ആ ഭഗവാന്റെ നാമം തന്നെയാണ് നമ്മളെ ഉയർത്തുന്ന മന്ത്രം. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ, ആ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും എന്ത്? നമ്മുടെ യഥാർത്ഥ കർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക, അല്ലെ? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരമമായിട്ടുള്ള ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഭഗവത്ഗീതയിൽ നമ്മുടെ ധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ ധർമ്മം എന്നുള്ള വാക്കിൽ നിന്നാണ്. ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ യുയുത്സവഃ മാമകാ പാണ്ഡവാശൈവ കിമകുർവത സഞ്ജയ എന്നാണ്. ആരാണ് ചോദിക്കുന്നത്? ധൃതരാഷ്ട്രനാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്ര ഉവാച. രണ്ട് സ്ഥലത്തുള്ള സംവാദങ്ങൾ ഈ ഭഗവത്ഗീതയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഹസ്തിനപുരത്തിൽ ഇരുന്നു കൊണ്ട് ധൃതരാഷ്ട്രൻ തന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നത്. മറ്റൊരു സംവാദം നടക്കുന്നത് നേരിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നെ ഭഗവാൻ അർജുനനുമായിട്ട് സംവദിക്കുന്നതാണ്. അർജുനൻ ഭഗവാനോട് സംശയങ്ങൾ ചോദിക്കുന്നു, ഭഗവാൻ അതിന് മറുപടി പറയുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ രണ്ട് രംഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, ഹസ്തിനപുര കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രൻ തന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുന്നു. അതാണ് ആദ്യത്തെ ശ്ലോകം. ഇത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ആ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവത്ഗീതയിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ വാക്ക് തുടങ്ങുന്നത് എന്താണ്? ധർമ്മം എന്നാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ യുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. നമ്മൾക്ക് ആ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർ വിശദമായിട്ട് നമ്മൾക്ക് ഗുരുപരമ്പരയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നതിന്റെ തൊട്ട് പുറകിലുള്ള പേജിൽ ആ ഗുരുശിഷ്യ പരമ്പര കൊടുത്തിട്ടുണ്ട്. ഗുരുശിഷ്യ പരമ്പരയിലൂടെ തന്നെയാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കേണ്ടത്. നമ്മൾ സ്വന്തം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവത്ഗീതയുടെ രഹസ്യം, അതിൻ്റെ ആ ജ്ഞാനത്തിന്റെ ആഴം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല.
അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഭഗവത്ഗീത പഠിക്കുന്നത്, യഥാരൂപം പഠിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ്. ആ ഗുരു ശിഷ്യ പരമ്പര, കണ്ണിമുറിയാത്ത ആ പരമ്പര മുന്നത്തെ ഇതിന്റെ തൊട്ട് പുറകിലുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട്. ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് അത് ആരംഭിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മധ്വാചാര്യർ, പത്മനാഭതീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അക്ഷോഭി തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, ജയധർമ്മൻ, പുരുഷോത്തമ തീർത്ഥർ, ബ്രഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, നിത്യാനന്ദ പ്രഭു, അദ്വൈതർ, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, സ്വരൂപ സനാതന, ജീവഗോസ്വാമി, രഘുനാഥൻ, കൃഷ്ണദാസ് ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥർ, ഭക്തി വിനോദർ, ഗൗരകിശോരർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, എ.സി. ഭക്തിവേദാന്ത സ്വാമി, ശ്രീല പ്രഭുപാദർ. ഇങ്ങനെ കണ്ണിമുറിയാത്ത ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് ഭഗവത്ഗീത പഠിക്കാനുള്ള വലിയ ഭാഗ്യമാണ് ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഇത് യഥാരൂപത്തിൽ നമ്മൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഓരോ ശ്ലോകം വായിക്കും, ആ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കും. അതിനുശേഷം എന്താണ് ആ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്ലോകം വായിച്ചു. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവഃ മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയം. നമുക്ക് ആദ്യം ശ്ലോകം വായിച്ചിട്ട് അതിന്റെ വിവർത്തനം വായിക്കാം, വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പം ആരെങ്കിലും ഒരാൾ വായിച്ചോളൂ, വിവർത്തനം ഭാവാർത്ഥം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. അധ്യായം 1, കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പിന്നെ അർത്ഥം വായിക്കണോ പ്രഭുജി? അതെ, വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഭാവാർത്ഥം: അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിന്റെ രത്നചുരുക്കമായ ഗീതാമാഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്നു തന്നെ ആ ഉപദേശം കേട്ടു ഗ്രഹിച്ച അർജുനന്റെ വഴി. ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാഞ്ഞതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രരുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ പോർനിലത്ത് വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തിയെന്നും നമുക്കറിയാം. സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിനെ വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത. ഇവിടെ ധർമ്മക്ഷേത്രേ, ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്തു ചെയ്തു എന്ന്. തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും
തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്ത് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല. തന്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായി എടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതികളെപ്പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ. ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തന്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്ര പുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാമാതാജി, വളരെ നന്നായിട്ട് വായിച്ചു. ഹരേ കൃഷ്ണ. അപ്പോൾ ശിലപ്രഭുപാദർ പറയുന്നുണ്ട്, ധർമ്മക്ഷേത്രേ എന്നുള്ള വാക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് പറയും. ധർമ്മം എന്നുള്ള വാക്ക് അത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് അവസാന പാരഗ്രാഫിൽ ശിലപ്രഭുപാദർ പറയുന്നു. എന്താണ്? ധർമ്മം പുലരാൻ പോവുകയാണ്. ഇവിടെ ധർമ്മമാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ധർമ്മം എന്നുള്ള വാക്കിൽ ഈ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്താണ്? ആ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ നേരിട്ട് ധർമ്മപിതാവായിട്ടുള്ള, ധർമ്മത്തിനെ സംരക്ഷിക്കാൻ അവതരിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത് എന്ന് പിന്നീട് ഭഗവാൻ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്തിനാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. യഥാർത്ഥ ധർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും ഈ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ജാതിധർമ്മ, കുലധർമ്മ, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കുലധർമ്മം ഇല്ലാതായി പോകും, ജാതിധർമ്മം ഇല്ലാതായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അർജുനന്റെ മനസ്സിലുള്ള ധർമ്മത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ അർജുനൻ മുന്നേ പഠിച്ചിട്ടുള്ള ധർമ്മങ്ങളാണ് അർജുനൻ ആദ്യം തന്നെ പറയുന്നത്. ഭഗവാൻ പിന്നീട് വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ധർമ്മങ്ങളെ കുറിച്ച് ഈ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ഈ ഭഗവത്ഗീത അവസാനിക്കുന്നതും ധർമ്മം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഭഗവാൻ ഉപദേശം പര്യവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ളതാണ് അവസാനത്തെ നിർദ്ദേശം. ഭഗവത്ഗീതയുടെ അവസാനവും ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ, നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ധർമ്മത്തിനെയൊക്കെ പരിത്യജിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് മാമേകം ശരണം വ്രജ, ഭഗവാനെ ശരണം പ്രാപിക്കുക, അതാണ് ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം എന്ന് ഈ ഭഗവത്ഗീതയുടെ അവസാനം ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ധർമ്മം, വ്യത്യസ്ത നിലവാരത്തിലുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ധർമ്മമാണ് വിജയിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ ഭാരതഭൂമിയിൽ, കുരുക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഭാരതഭൂമിയിൽ ധർമ്മമാണ് വിജയിക്കുന്നത്. അതിൽ ഭഗവാന്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ള സൂചന കൂടി ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ശിലപ്രഭുപാദർ
വിശദീകരിക്കുന്നുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഭാരതത്തിലും നമ്മൾക്ക് ഇന്നും കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കുരുക്ഷേത്രം എന്താണ്? ധർമ്മക്ഷേത്രമാണ്, പുണ്യഭൂമിയാണ്. കുരു എന്നുള്ള രാജാവിന്റെ പേരിലാണ് ആ പ്രദേശം കുരുക്ഷേത്രം അറിയപ്പെടുന്നത്. കൗരവരുടെ മുൻഗാമിയാണ്, പൂർവികനാണ് കുരു രാജാവ്. അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് വെച്ച് പണ്ട് കാലത്ത്, പുരാതന കാലത്ത് അദ്ദേഹം വലിയൊരു യജ്ഞം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ആ യജ്ഞത്തിന്റെ മുന്നോടിയായിട്ട് ഒരു സുവർണ രഥം ഉപയോഗിച്ച്, ദേവന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു സുവർണ രഥം, സ്വർണം കൊണ്ട് നിർമ്മിച്ച രഥം ഉപയോഗിച്ച് അദ്ദേഹം നിലം ഉഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുരുക്ഷേത്രം ഉഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോകത്തിന് മുഴുവൻ നന്മ വരാൻ വേണ്ടി അദ്ദേഹം യജ്ഞം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുണ്യമായിട്ടുള്ള ഭൂമിയാണ് ഈ ഒരു കുരുക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ധൃതരാഷ്ട്രൻ ഈ ഒരു ഭൂമിയെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പുണ്യഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, പുണ്യഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു? സമവേദായുയുത്സവ. സമവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബിൾഡ്, ഒന്നിച്ചുകൂടിയ. സമവേദ, എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപാട് പേർ, ഒരുപാട് സൈനികർ ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അത് ആര് മനസ്സിലാക്കി? ധൃതരാഷ്ട്രൻ മനസ്സിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നിച്ചു കൂടിയിട്ടുള്ളതും എന്ന് വ്യക്തമായിട്ട് ധൃതരാഷ്ട്രർക്ക് അറിയാം. അതാണ് പറയുന്നത് സമവേദ യുയുത്സവ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്? യുയുത്സവ, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. അല്ല, യുദ്ധോത്സുകരായി എന്നാണ് യുയുത്സവ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അവരെന്തിനാണ് ഒന്നിച്ചു കൂടിയിട്ടുള്ളത് എന്നും വ്യക്തമായിട്ട് ആർക്കറിയാം? ധൃതരാഷ്ട്രർക്ക് അറിയാം. സമവേദ, അവർ ഒന്നിച്ചുകൂടി. എന്തിനു വേണ്ടിയിട്ട്? യുയുത്സവ, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും അവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും, ആ സമയത്ത് ഒന്നിച്ചു കൂടിയിട്ടുള്ള എല്ലാവരും എന്തിനു വന്നിട്ടുള്ളതാണ്? യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളതാണ്, മറ്റൊന്നിനുമല്ല. അവർ യജ്ഞം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവിടെ കാഴ്ച കാണുന്നതിനോ ഒന്നുമല്ല വന്നു കൂടിയിട്ടുള്ളത്. എല്ലാവരും യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. ക്ഷത്രിയന്മാർ യുദ്ധത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഒന്നുകിൽ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകും, അതല്ലെങ്കിൽ വിജയിച്ചാൽ തിരിച്ചു പോകും. ഇതാണ് ക്ഷത്രിയന്മാരുടെ രീതി. യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ മരിച്ചു കഴിഞ്ഞാലാണ് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ വിജയിച്ചാലാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള എല്ലാവരും യുദ്ധത്തിന് വെച്ച് തന്നെ വന്നിട്ടുള്ളതാണ്. സമവേദ യുയുത്സവ, എല്ലാവരും യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രാധാന്യമില്ല, അല്ലെ? പക്ഷെ ധൃതരാഷ്ട്രൻ ഇവിടെ അതാണ് ചോദിക്കുന്നത്. മാമക പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ, അവരെന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് തന്നെ വലിയ പ്രസക്തിയില്ല. യുദ്ധഭൂമിയിൽ യുദ്ധോത്സുകരായിട്ട് ഒന്നിച്ചു കൂടിയിട്ടുള്ള അവർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്യാനാണ്? അവർ യുദ്ധം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രന്റെ മാനസികാവസ്ഥ കുറച്ച് അദ്ദേഹം കുറച്ച് സംഭ്രമത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. അദ്ദേഹം ചോദിക്കുന്നത് യുദ്ധത്തിന് ഒന്നിച്ചു കൂടിയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അറിയേണ്ടത് എന്താണ്? എന്റെ മക്കൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ വിജയിക്കുമോ? അതാണ് ധൃതരാഷ്ട്രർക്ക് അറിയേണ്ടത്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. മാമക പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ, എന്റെ മക്കൾ എന്നെടുത്തു പറയുന്നു. പൗരന്മാരെ മാത്രമാണ് ധൃതരാഷ്ട്രൻ തന്റെ പക്ഷമായിട്ട് കരുതുന്നത്. പാണ്ഡവന്മാർ തന്റെ സഹോദരന്റെ പുത്രന്മാരാണ്, പാണ്ഡുവിന്റെ പുത്രന്മാരാണ്, തന്റെ തൊട്ടടുത്ത ബന്ധുക്കൾ തന്നെയാണ്. അവർക്കും രാജ്യത്തിൽ തുല്യാവകാശമുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ വേറിട്ട് കാണുന്ന ആ ഒരു മനോഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷപാതപരമായിട്ട് ധൃതരാഷ്ട്രൻ ചിന്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. തന്റെ മക്കളോട് പക്ഷപാതമുള്ളതായിട്ട് നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാമക, എന്റെ മക്കൾ എന്ത് ചെയ്തു? മറ്റുള്ളവർ പാണ്ഡവരാണ്. ആരാണ്? അന്യരാണ്. അവരെന്റേതല്ല, അന്യരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാമക പാണ്ഡവാശ്ചൈവ, പാണ്ഡവർ അവർ ശത്രുക്കൾ ആണ് എന്നുള്ള രീതിയിലാണ് ധൃതരാഷ്ട്രൻ സംസാരിക്കുന്നത്. പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ, ആരോടാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്? സഞ്ജയനോടാണ് ചോദിക്കുന്നത്.
സഞ്ജയന്റെ പ്രത്യേകത ഇത് ഇവിടെ ശ്രീല പ്രഭാകർ വിശദീകരിച്ചു, നമ്മൾ വായിച്ചു. എന്താണ് സഞ്ജയന്റെ പ്രത്യേകത? സഞ്ജയന് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാനുള്ള ഒരു അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹം വ്യാസദേവൻ, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസദേവൻ കൊടുത്തിട്ടുണ്ട്. ഇത് സഞ്ജയൻ തന്നെ അവസാനം പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ അവസാനത്തിൽ 18-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വ്യാസപ്രസാദാശ്രുതവാനേ, വ്യാസപ്രസാദം കൊണ്ട്, വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചത്, ഭഗവാന്റെ ഉപദേശം കേൾക്കാൻ സാധിച്ചത് എന്ന് സഞ്ജയൻ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനുമുള്ള പ്രത്യേക അനുഗ്രഹം ലഭിച്ചിട്ടുള്ള വ്യാസദേവന്റെ ശിഷ്യനാണ് സഞ്ജയൻ. അദ്ദേഹം ഇപ്പോൾ ഹസ്തിനപുരത്തിൽ ധൃതരാഷ്ട്രന്റെ സെക്രട്ടറി ആയിട്ട്, മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം. അതുകൊണ്ടാണ് സഞ്ജയനോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അവരെന്താണ് ചെയ്തത്, യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്തത് എന്നല്ല അറിയേണ്ടത്, ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് ധൃതരാഷ്ട്രൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജയൻ എന്താണ് മറുപടി പറയുന്നത്? അവരെന്ത് ചെയ്തു? അവർ യുദ്ധം ചെയ്തു. പക്ഷെ യുദ്ധം ചെയ്തു എന്നല്ല സഞ്ജയൻ പറഞ്ഞത്, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. യുദ്ധഭൂമിയിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയും അവസാനം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകം ഏതാണ്? ആർക്കാണ് അറിയുന്നത്? യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രേർവിജയ ഭൂതേർ ധ്രുവാനിധിർമതിർമമ. ഹരേ കൃഷ്ണ. ശ്രീ മാതാജി പറഞ്ഞു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. യെസ്. അപ്പം ചോദ്യം എന്താണ്? ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് ധൃതരാഷ്ട്രർക്ക് അറിയേണ്ടത്. സഞ്ജയൻ ആര് വിജയിക്കുമെന്നാണ് പറഞ്ഞത്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ. വിജയം എവിടെയാണ് ഉണ്ടാവാൻ പോകുന്നത്? എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര, അദ്ദേഹത്തിന്റെ ഭക്തന്മാരെവിടെയാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ഭക്തനായിട്ടുള്ള അർജുനൻ എവിടെയാണോ ഇരിക്കുന്നത്, അവിടെ എല്ലാവിധ വിജയവും ഉണ്ടാകും. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ, അവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാന്റെ ഭക്തന്മാരിരിക്കുന്നത്, തത്ര ശ്രീ, അവിടെ എല്ലാവിധ ഐശ്വര്യവും, ലക്ഷ്മി ദേവി അവിടെ വസിക്കും. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. തത്ര ശ്രീ വിജയോ, എല്ലാവിധ വിജയവും അവിടെ ഉണ്ടാകും. ധ്രുവാ നീതിർമതിർമമ, അവിടെ എല്ലാവിധ നീതിയും ധർമ്മവും ഉണ്ടാകും എന്നാണ് സഞ്ജയൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം അവസാന ശ്ലോകത്തിൽ സഞ്ജയൻ കൊടുക്കുന്നുണ്ട്. ആര് വിജയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആര് വിജയിക്കും? എവിടെയാണോ ഭഗവാനുള്ളത്, ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, ആരാണോ ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത്, ആരാണോ ഭഗവാനെ കൂടെ നിർത്തിയിട്ടുള്ളത്, അവർക്ക് എപ്പോഴും വിജയമുണ്ടാകും. അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും. അവർക്ക് എല്ലാ ധാർമ്മികതയും അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് സഞ്ജയൻ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കൗരവന്മാർ വിജയിക്കും, അല്ലെങ്കിൽ ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള പക്ഷം, കൗരവപക്ഷം വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വിജയം ആരുടെ കൂടെ ആയിരിക്കും? ഭഗവാന്റെ കൂടെ തന്നെ ആയിരിക്കും, ഭഗവാന്റെ പക്ഷത്തായിരിക്കും. ആരാണോ ഭഗവാന്റെ കൂടെയുള്ളത് അവർക്കായിരിക്കും വിജയം എന്ന് സഞ്ജയൻ പ്രഖ്യാപിക്കുന്നു. ചോദ്യം ആദ്യത്തെ ശ്ലോകത്തിലാണ്, ഉത്തരം അവസാനത്തെ ശ്ലോകത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത എന്താണ് എന്ന് പറയുന്നത്. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. എത്രയോ കോടാനുകോടി ജനങ്ങള് ഒരുപാട് നൂറുകണക്കിന് തലമുറകളായിട്ട് പഠിച്ചു വരുന്ന ശാസ്ത്രമാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരു തെറ്റും ഇല്ലാത്ത ശാസ്ത്രമാണ് ഭഗവത്ഗീത. എന്ത് ശാസ്ത്രമാണ് എന്ന് പറയുന്നു?
ദൈവീക ശാസ്ത്രമാണ് എന്നാണ് പറയുന്നത്. ദൈവീക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി, ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നതിലൂടെ നമ്മൾ ആരെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ചാണ് നമ്മൾ ഭഗവത്ഗീതയിൽ മനസ്സിലാക്കുന്നത്. ഭഗവത്ഗീത എന്തിനു വേണ്ടി ആണ് നമ്മൾ പഠിക്കുന്നത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവിക ശാസ്ത്രമാണ്, ഈശ്വര ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതെങ്ങനെ പഠിക്കണം എന്നും ശ്രീല പ്രഭുപാദർ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത നമ്മൾ ഏതെങ്കിലും പുസ്തകം വായിച്ചത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു കൃഷ്ണഭക്തന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ് ഭഗവത്ഗീത എന്നിവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ പഠിക്കുന്നതും ശ്രീല പ്രഭുപാദരുടെ സഹായത്തോടു കൂടിയാണ്, അല്ലെ? നമ്മൾ ശ്ലോകം മാത്രമല്ല വായിക്കുന്നത്, ശ്രീല പ്രഭുപാദർ അതിന് കൊടുത്തിട്ടുള്ള ഭാവാർത്ഥം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പരമഭക്തനായിട്ടുള്ള ശ്രീല പ്രഭുപാദർ ലോകം മുഴുവൻ കൃഷ്ണഭക്തി പ്രചരിപ്പിച്ച ആ ശ്രീല പ്രഭുപാദരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ശ്രീല പ്രഭുപാദരെ ശരണം പ്രാപിച്ച് ശ്രീല പ്രഭുപാദരെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെയുള്ള പഠനമാണ്. ശിഷ്യപരമ്പരയിലൂടെ പോകുന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ ഏറ്റവും ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഭഗവത്ഗീത കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ പഠിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ പഠിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവരും പഠിക്കുന്നില്ല, അല്ലെ? പല വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ആർക്കാണോ വ്യാഖ്യാനങ്ങളില്ലാതെ സ്വദേശ വ്യാഖ്യാനം, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കാതെ ഗുരുപരമ്പരയിലൂടെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തി എല്ലാ ജ്ഞാനവും, എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ജ്ഞാനവും ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അത്രയും ആഴമുള്ളതാണ് ഈ ഒരു ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ജ്ഞാനം. ഉപരിപ്ലവമായിട്ടുള്ള ജ്ഞാനമല്ല നമ്മൾക്ക് ഗുരുപരമ്പരയിലൂടെ ലഭിക്കുന്നത്. വളരെ ആഴത്തിലുള്ള ജ്ഞാനമാണ്, ഗാഠമായിട്ടുള്ള ജ്ഞാനമാണ്, രഹസ്യമാണ് നമ്മൾക്ക് ഈ ഗുരുപരമ്പരയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഗുരുപരമ്പരയിലൂടെ പഠിക്കാൻ സാധിക്കുന്ന വ്യക്തി വളരെ ഭാഗ്യവാനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് ശ്രീല പ്രഭുപാദരുടെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭഗവത്ഗീത സമ്പൂർണമാണ് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത സമ്പൂർണമാണ്, ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭഗവത്ഗീത ഗുരുപരമ്പരയിലൂടെ പഠിക്കാൻ സാധിച്ച ഒരു വ്യക്തിക്ക് മറ്റു ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടുള്ളത്. ഭഗവാനിൽ നിന്ന് വരുന്നതെല്ലാം എന്തായിരിക്കും? പൂർണ്ണമായിരിക്കും. ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രമാണ് നിനക്ക് ഉപദേശിക്കാൻ പോകുന്നത്, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമാണ് നിനക്ക് ഉപദേശിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ 7-ാമത്തെ അധ്യായം വായിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത യജ്ഞാത്വാ നേഹഭൂയോന്യ ജ്ഞാതവ്യം അവശിഷ്യതേ. ഇത് സമ്പൂർണമായിട്ടുള്ള ജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറയുന്നു, അല്ലെ? ഭഗവാൻ നേരിട്ട് പറഞ്ഞതാണ്. എല്ലാ ശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ഭഗവാനെ കുറിച്ചുള്ള പരിപൂർണ ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് മറ്റു ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ മതഗ്രന്ഥങ്ങളിലും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവത്ഗീത സമ്പൂർണമാണ് എന്ന് പറയും. മറ്റു ഗ്രന്ഥങ്ങളിൽ അങ്ങനെ പറയുന്നില്ല. മറ്റു ആചാര്യന്മാരും പലപ്പോഴും പറയുന്നു, യേശുക്രിസ്തുവും മുഹമ്മദ് നബി ഇങ്ങനെയുള്ള മതം ഉപദേശിച്ച വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ ഇനിയും ഈശ്വരനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് പൂർണ്ണമായിട്ടും പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം, കൂടുതൽ ജ്ഞാനം ഉൾക്കൊള്ളണം എന്നാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? ഞാൻ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമാണ് നൽകുന്നത്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അറിയാനൊന്നുമില്ല എന്ന് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്നു.
ആ കാര്യമാണ് ശീലപ്രഭാതർ ഇവിടെ പറയുന്നത്. ഈ ഭഗവത്ഗീത ജ്ഞാനം പൂർണ്ണമാണ്. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത. ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഭഗവാൻ. ഒരു ജീവന് ഭഗവാനെ കുറിച്ച് എന്തൊക്കെ അറിയണം അതെല്ലാം സൂത്രരൂപത്തിൽ, വളരെ ചുരുക്കിയിട്ട് സൂത്രരൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യജ്ഞാത്വാ നെഹഭൂയോ അന്യ ജ്ഞാതവ്യം അവശിഷ്യതേ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കറിയാൻ ഒന്നും ബാക്കിയില്ല എന്ന് പറയുന്നു. അത്രയ്ക്കും പരിപൂർണമായിട്ടുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ശീലപ്രഭാതർ വിശദീകരിച്ചു. കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഭഗവത്ഗീത ശാസ്ത്രം പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഏകദേശം ചർച്ച ചെയ്തു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരുക്ഷേത്രത്തിന്റെ പ്രത്യേകത, ധർമ്മത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ, സമവേദ യുയുത്സവ, എല്ലാവരും എന്തിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ? യുദ്ധം ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യുദ്ധം ചെയ്തത് തെറ്റായിപ്പോയി, ഭഗവാൻ യുദ്ധം ചെയ്യാൻ നിർദ്ദേശിച്ചു. അവിടെ എല്ലാവരും എന്തിനു വേണ്ടി വന്നിട്ടുള്ളതാണ്? യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അല്ലെ? എല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ അവിടെ എന്ത് നടക്കണം? യുദ്ധം നടക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. രണ്ട് പക്ഷത്തിന്റെയും ആഗ്രഹം യുദ്ധം നടക്കണം എന്ന് തന്നെയാണ്. സമവേദായുത്സവ. അപ്പോൾ അവിടെ വന്നിട്ടുള്ളവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ യുദ്ധം തെറ്റായിപ്പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും യുദ്ധം ചെയ്യാൻ, മരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള യുദ്ധമല്ല. പാവപ്പെട്ട ആളുകൾ വീട്ടിൽ കുട്ടികളുമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അതിന്റെ മുകളിൽ ബോംബിട്ട് കൊല്ലുന്ന തരത്തിലുള്ള യുദ്ധമല്ല. അത് പൈശാചികമായിട്ടുള്ള കിരാതമായിട്ടുള്ള പ്രവർത്തനമാണ്. യുദ്ധത്തിന് തയ്യാറല്ലാത്ത ആളുകളുടെ മുകളിൽ പോയിട്ട് ബോംബിട്ട് കൊല്ലുന്നതാണ് ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെ പല രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ് ഇന്നത്തെ യുദ്ധം എന്ന പേരിലുള്ള നമ്മൾ വിളിക്കുന്നത്. അത് പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? യുദ്ധത്തിന് വേണ്ടി ഒന്ന് വന്നിട്ടുള്ളവരാണ് എല്ലാവരും. സമവേദായുത്സവ, രണ്ട് പക്ഷത്തിലുള്ളവരും സൈനികരാണ്, വലിയ വലിയ മഹാരഥന്മാരാണ്. അവര് യുദ്ധം ചെയ്ത് പ്രാക്ടീസ് ഉള്ള ആളുകളാണ്, ക്ഷത്രിയന്മാരാണ്. വീട്ടിൽ കിടന്നിറങ്ങുന്ന ആളുകളല്ല ഇവിടെയുള്ളത്. എല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് ആയുധങ്ങളുമായിട്ട് വന്നിട്ടുള്ളവരാണ്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നത്. യുദ്ധം നടന്നിട്ടില്ലെങ്കിലാണ് അവിടെ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത്. സമവേദ യുയുത്സവ മാമക പാണ്ഡവ ശൈവ. മാമക എന്ന് വിളിച്ചതിലൂടെ ധൃതരാഷ്ട്രന്റെ ആ പക്ഷപാതം, സ്വന്തം മക്കളോടുള്ള പക്ഷപാതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാണ്ഡവരെ അകറ്റി നിർത്തുന്നു, ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ അന്യരായിട്ടാണ് കണക്കാക്കുന്നത്. മാമക പാണ്ഡവ ശൈവ കിമ കുർവത, അവരെന്താണ് ചെയ്തത് എന്നതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരാണ് വിജയിക്കാൻ പോകുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്, അവരെന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. യുദ്ധത്തിനാണ് വന്നത്, യുദ്ധമാണ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് ധൃതരാഷ്ട്രന് അറിയേണ്ടത്. കിം അകുർവത സഞ്ജയ, സഞ്ജയനോടാണ് ചോദിക്കുന്നത്. സഞ്ജയന്റെ പ്രത്യേകത നമ്മൾ ചർച്ച ചെയ്തു. സഞ്ജയന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് വ്യാസദേവനിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു ആദ്യത്തെ ശ്ലോകം ചർച്ച ചെയ്തു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഡിസ്കസ് ചെയ്യാം ഇന്ന് വായിച്ചതിൽ.